പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അവകാശ ലംഘന നോട്ടീസിൽ അന്വേഷണത്തിന് സ്പീക്കറുടെ ഉത്തരവ്. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധവും തുടർന്നുണ്ടായ സംഭവങ്ങളും എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി അന്വേഷിക്കും. ചട്ടം 159 പ്രകാരം സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സ്പീക്കർ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർച്ച് 15-നായിരുന്നു സംഭവം. ബജറ്റ് സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച UDF MLA-മാരെ അഡീഷണൽ ചീഫ് മാർഷലിന്റെ നേതൃത്വത്തിൽ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുകയായിരുന്നെന്നാണ് രമേശ് ചെന്നിത്തല നോട്ടീസിൽ പറയുന്നത്. ബലപ്രയോഗത്തിൽ സനീഷ് കുമാർ ജോസഫ്, KK രമ എന്നിവർക്ക് പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അംഗങ്ങൾക്ക് പരിക്ക് പറ്റിയതോടെ അതിന് മറികടക്കുന്നതിനായി അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈൻ, സാർജന്റ് അസിസ്റ്റന്റ് ഷീന എന്നിവർ അംഗങ്ങൾക്കെതിരെ വ്യാജ ആക്ഷേപം ഉന്നയിച്ച് പരാതി നൽകിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ UDF അംഗങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എന്നാൽ പിന്നീട് വനിതാ സാർജന്റ് അസിസ്റ്റന്റിന്റെ കൈക്ക് പൊട്ടലുണ്ടായെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചതിനാലാണ് അംഗങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതെന്നും മെഡിക്കൽ പരിശോധനയിൽ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞതെന്നും ചെന്നിത്തല നോട്ടീസിൽ പറഞ്ഞിരുന്നു. സ്പീക്കറുടെ അനുമതിയില്ലാതെ UDF MLA-മാർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത് അംഗങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.